വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോ. ഇപ്പം ഞങ്ങൾ ക്രാബി ഐലൻഡിലേക്ക് പോയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു ഒരു 3 ദിവസത്തെ വീഡിയോസ് ഉണ്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സംക്രാന്ത് ടൈമിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പോയതെന്ന് വെച്ചാൽ ഞങ്ങൾ സുവർണഭൂമി എയർപോർട്ടിൽ പോയി. സുവർണഭൂമി എയർപോർട്ടിൽ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഗേറ്റിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുവർണഭൂമി എയർപോർട്ടിൽ നിന്ന് നേരെ ക്രാബിക്കാണ് പോയത്. അപ്പം ഞാൻ ആദ്യം ഫുക്കറ്റ് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഫുക്കറ്റിൽ ഭയങ്കര ക്രൗഡഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായ ക്രൗഡഡാണ്. അത് മാത്രമല്ല വേറെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ തായ്ലൻഡിൽ 50 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. അപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുള്ള് ടാൻ അടിച്ച് ചാകാനായി. അപ്പം ഇപ്പം എന്തായാലും ജോചേട്ടൻ വന്നിട്ടുണ്ട്, പുള്ളിയും ലീവ് എടുത്തിട്ടൊക്കെ വന്നതാണ്. ഞങ്ങൾ വിചാരിച്ചു ബാങ്കോക്ക് പട്ടായയൊക്കെ എപ്പോഴും കറങ്ങുന്ന, പിന്നെയുള്ളതാണ് ഫുക്കറ്റ് ക്രാബി. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. എയർക്രാഫ്റ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫുക്കറ്റ് ക്രാബി നോക്കുമ്പം ഞങ്ങൾക്ക് ശരിക്കും ക്രാബി ആയിരുന്നു കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് ഫുക്കറ്റ് ഭയങ്കര ക്രൗഡഡാണ്. ഈ സംക്രാന്ത് ഫെസ്റ്റിവലും കൂടെ ആയതുകൊണ്ട് ഫുക്കറ്റ് ഭയങ്കര ക്രൗഡഡ് ആണെന്നുള്ളതാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ അത്ര ഒരു താല്പര്യം തോന്നാതിരുന്ന കാര്യം. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഫ്ലൈറ്റ് ക്രാബിക്ക് ബുക്ക് ചെയ്തു. കൂടാതെ ഞാൻ എയർബിഎൻബിയിൽ ഞാൻ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങളത് ഫൈനലി ക്രാബി എയർപോർട്ടിലെത്തി. വളരെ ചെറിയൊരു എയർപോർട്ടാണ്, ഒരു ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. അപ്പം ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ നേരത്തെ ക്യാബ് ബുക്ക് ചെയ്ത് നിങ്ങളുടെ ഹോട്ടലിൽ വിളിച്ച് ക്യാബ് അറേഞ്ച് ചെയ്തിട്ട് വേണം വരാൻ. ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റാണത്. ഒത്തിരി നേരം 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. അപ്പം ഞങ്ങൾ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയേക്കുക. ഫുൾ ഓഫ് മ്യൂസിക്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പം തൊട്ടടുത്തൊന്നും ഷോപ്പുകളില്ല. എസ്പെഷ്യലി സംക്രാന്ത് ഹോളിഡേയ്സ് ആണ്. അപ്പം ബാക്കി എല്ലാ റെസ്റ്റോറൻറ്റ്സും തുറക്കുന്നത് വൈകിട്ട് മാത്രമേ ഇവിടെ തുറക്കുന്നുള്ളൂ. അപ്പം ഞങ്ങൾ കുറേ നടന്ന് നോക്കി. അവസാനം ഫൈനലി ഞങ്ങളുടെ ഹോം സ്റ്റേയിലുള്ള അവരോട് തന്നെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു 100 മീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന് റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ, ഞങ്ങളപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ നേരെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. പിന്നെ ഞാനിതാ അടിപൊളി ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് മാംഗോ സ്മൂത്തി ഓർഡർ ചെയ്തു. ജോചേട്ടനും അതേപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ ജോചേട്ടൻ കോൾഡ് കോഫി ഓർഡർ ചെയ്തു. എനിക്ക് തോന്നുന്നു ക്യാpuchino ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പം എനിവേ ഹോട്ടലിൻ്റെ പേര് സ്ലീപ്പിംഗ് വെയിൽ എന്നാണ്. ഒരു മീഡിയം റേറ്റിംഗ് ഉള്ള ഒരു ഹോട്ടലാണ്, വലിയ മോശമില്ലാത്തൊരു ഹോട്ടലാണ് അവിടെ ഉള്ളതിൽ. അപ്പം ഞങ്ങൾ അവിടുന്ന് വേഗം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ആക്ച്വലി അത് വെച്ചിട്ട് റീൽസ് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ജോചേട്ടനെ കൊണ്ട് ഞാനിങ്ങനെ കുറച്ച് റീൽസൊക്കെ എടുപ്പിക്കുമായിരുന്നു. ഫുഡ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓൾറെഡി അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിട്ട് ചൂടിൽ കുടയില്ലാണ്ട് കറങ്ങി മൊത്തം ടാൻ അടിച്ചു. ഫൈനലി ഞങ്ങൾ ക്രാബിയിലെത്തി. അവിടെ ചെന്നിട്ട് ടൂർ പാക്കേജ് നോക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു പോയി, ഇന്നത്തേക്ക് ഒന്നുമില്ല. അപ്പം ഞാൻ അവരോട് നെക്സ്റ്റ് ഡേയിലേക്ക് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഞാനും ജോചേട്ടനും കൂടെ ജസ്റ്റ് അവനോങ് ബീച്ചിൻ്റെ ബാക്കിംഗ് സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇത് അതായത് ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ അത് കണ്ടോ, ഇത് വാക്കിംഗ് സ്ട്രീറ്റാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് കുറേ ഷോപ്പുകളും ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന വാക്കിംഗ് സ്ട്രീറ്റ് ഉച്ചയാകുമ്പോഴത്തേക്ക് അവരടയ്ക്കും, കാരണം സംക്രാന്ത് ഫെസ്റ്റിവലാണ്. അപ്പം അതുകൊണ്ട് അവരടയ്ക്കും. ഞാൻ ജസ്റ്റ് ആ റോഡിൻ്റെ മുകളിൽ നിന്നിട്ട് ഞാൻ ബീച്ച് ആദ്യം ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ ഇറങ്ങി കാണാം. നിറച്ച് ബോട്ടുകൾ കിടപ്പുണ്ട് ബീച്ചിൽ.
നിറച്ച് ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ നിറച്ച് ബോട്ടുകൾ കിടക്കുന്നുണ്ട്. അപ്പം ഇത് ജസ്റ്റ് എന്ന് വെച്ചാൽ രാവിലെ ഒരു 10 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. 10 മണി പോലും ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, 10 മണി ആയിട്ടേ ഉള്ളൂ. അപ്പം ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിലാണ്. അപ്പം ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട്. ഞങ്ങൾ വെള്ളം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ മെയിനായിട്ടുള്ളത് ഫോറിനേഴ്സ് മാത്രമേ ഉള്ളൂ. തായ്സ് ഒന്നും പുറത്തിറങ്ങുന്നില്ല. എനിക്ക് തോന്നുന്നു ചൂട് കാരണമായിരിക്കും അവരാകെ പുറത്തിറങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് സൊങ്ക്രാന് വേണ്ടിയിട്ട് ആ ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കൂടുതലും ഫോറിനേഴ്സാണ് ഉള്ളത്. പിന്നെ ഇത് ഈ കാണുന്നതാണ് അവനാങ് ബീച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോ. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ക്രാബി ഐലൻഡിലെ ഔനാങ് ബീച്ചിലാണ്. അപ്പോൾ ഔനാങ് ബീച്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ ആക്ച്വലി ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയായിരുന്നു. ഇപ്പോൾ സൊങ്ക്രാൻ ഫെസ്റ്റിവലാണ്. സൊങ്ക്രാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തായ് ന്യൂ ഇയർ എന്ന് പറയും. അപ്പം തായ്ലൻഡിലെ നമ്മളുടെ വിഷു ഒക്കെ പോലെ, അല്ലെങ്കിൽ നമ്മളുടെ ഓണം, നമ്മൾ മലയാള മാസം സ്റ്റാർട്ട് ചെയ്യത്തില്ലേ, അതേപോലെ തന്നെ തായ്ലൻഡിൽ പണ്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഈ ടൈമിലായിരുന്നു അവരുടെ ന്യൂ ഇയർ. പക്ഷെ പിന്നെ അവരത് ഇംഗ്ലീഷ് മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. സ്റ്റിൽ അവർ ഇപ്പോഴും അവരുടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. സൊങ്ക്രാൻ എന്നാണ് അതിൻ്റെ പേര്. സൊങ്ക്രാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംക്രാന്തി എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് സൊങ്ക്രാൻ എന്ന് പറയുന്ന തായ് വേർഡ് ഉണ്ടായത്. അപ്പം ഇവരെങ്ങനെയാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഹോളിയൊക്കെ ആഘോഷിക്കുന്നത് പോലെ വാട്ടർ ഫെസ്റ്റിവൽ, വാട്ടർ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചീറ്റിച്ച് മൊത്തം വെള്ളത്തിൽ കുളിച്ചിട്ടാണ് ഇവർ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവരുടെ ഒരു മേജർ സെലിബ്രേഷൻ. അത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അവർ ട്രാഫിക്കൊക്കെ ബ്ലോക്ക് ചെയ്തൊരു ഫുൾ റോഡിൽ അവർ സൊങ്ക്രാൻ സെലിബ്രേറ്റ് ചെയ്യും. അത് ഭയങ്കര അടിപൊളിയാണ്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ കമ്പനിയുടെ അവിടെ ഉണ്ടായിരുന്ന സൊങ്ക്രാൻ ഫെസ്റ്റിവലിൽ ഞാൻ ജോയിൻ ചെയ്തു. അതുകൊണ്ട് ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇന്നും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അതിന് എടുക്കാൻ പറ്റുവാണെങ്കിൽ, വീഡിയോസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ അതിൽ ട്രൈ ചെയ്യാം. എനിവേ, നമുക്കിപ്പോൾ ഔനാങ് ബീച്ചിലേക്ക് പോവാം. ഔനാങ് ബീച്ചിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇവിടുന്നാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ടൂറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫിഫി ഐലൻഡ്സ്, മായ ബീച്ച്, പിന്നെന്താ 7 ഐലൻഡ്സ്, ചിക്കൻ ഐലൻഡ്, ഹോങ് ഐലൻഡ്സ്, പിന്നെന്താ എമറാൾഡ് പൂൾ, ഹോട്ട് സ്പ്രിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഇവിടുന്നാണ് ഓൾമോസ്റ്റ് മെയിൻ ആയിട്ടുള്ള ടൂറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ടൂർ പാക്കേജസ് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഓഫ് ടൂറുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ലോങ് ടെയിൽ ബോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും, ഇവിടെ കുറച്ച് ബോട്ടുകൾ കിടപ്പുണ്ട്. ഇങ്ങനത്തെ ബോട്ടുകൾക്കാണ് ലോങ് ടെയിൽ ബോട്ട് എന്ന് പറഞ്ഞത്. ഇങ്ങനത്തെ ബോട്ടുകൾക്ക് ആ ഒരു ബമ്പിങ് ഇങ്ങനെ പോയിട്ട് നമ്മൾ ആ ഒരു ജെർക്കിംഗ് ഒക്കെ കുറവായിരിക്കും. പക്ഷേ സ്പീഡ് ബോട്ട് എന്ന് പറഞ്ഞാൽ, സ്പീഡ് ബോട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. സ്പീഡ് ബോട്ട് പോകുന്നുണ്ട്. സ്പീഡ് ബോട്ടിൽ നമുക്ക് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് സ്പീഡ് ബോട്ട് എന്ന് പറയുന്നത്. പക്ഷേ എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും അത് വേറൊരു എക്സ്പീരിയൻസ്. അപ്പം കൂടുതലും നമുക്ക് കടലിൽ വലിയ പരിചയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനപ്പം ലോങ് ടെയിൽ ബോട്ട് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് സൊങ്ക്രാൻ ഫെസ്റ്റിവൽ ആയതുകൊണ്ടും ഭയങ്കര തിരക്കായതുകൊണ്ടും ഇന്ന് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം ഞാൻ നാളത്തേക്ക് ബുക്ക് ചെയ്തു. അപ്പോൾ ഇന്നിവിടെ അടുത്തുള്ള ഐലൻഡ്സിൽ അല്ലെങ്കിൽ ഇന്ന് എമറാൾഡ് പൂളിലൊക്കെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബാക്കി നൈറ്റ് മാർക്കറ്റ് ഉണ്ട് വേറൊന്നും. പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അവിടെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യം ഫസ്റ്റ് ഏതായാലും ഈ ബീച്ചിൽ വന്നതാണ്. അപ്പോൾ ഈ ബീച്ചിലെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഔനാങ് ബീച്ചിലെ കാഴ്ചകളൊക്കെ. അപ്പം വീണ്ടും എനിക്കതിൻ്റെ ബ്യൂട്ടി എത്ര എടുത്തിട്ടും മതി വരുന്നില്ല. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഓരോ ബീച്ചിൽ പോകുമ്പോഴും ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ ജോചേട്ടനും ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ചൂടും വെയിലും ആയതുകൊണ്ട് അധികം ആ ബീച്ചിൽ കൂടെ കിടന്ന് കറങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല നമുക്ക്. ഇത് കണ്ടോ, അവിടുന്ന് സ്പീഡ് ബോട്ടിലും ലോങ് ടെയിൽ ബോട്ടിലും ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അതായത് ഇന്നത്തേക്ക് പാക്കേജ് എടുത്തവർക്ക് അവർക്കുള്ള ട്രിപ്പാണ് അവിടെ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അവിടെയൊക്കെ കണ്ടോ കുറേ മലകളും എന്താ പറയണ്ടേ, ഇതിൻ്റെ അപ്പുറത്തേക്ക് തന്നെ പുതിയ കുഞ്ഞു തുരുത്തുകളുണ്ട്, ഐലൻഡ്സ് ഉണ്ട്.
അപ്പം എല്ലാവരും അവരവരുടെ പാക്കേജിൽ കയറി പോകാനാണ് നോക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി വേറൊരു മണ്ടത്തരം ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ ഈ പാക്കേജ് ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. എയർബിഎൻബിയിൽ ഞങ്ങൾ ബുക്ക് ചെയ്ത ആ ഹോം സ്റ്റേയിലുള്ള അവരോട് തന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ പാക്കേജ് ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അപ്പം ഞാനിത് വീണ്ടും ഈ ബീച്ച് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബീച്ചിൽ ഇവിടെ മൊത്തം ഇപ്പോൾ ലോങ് ടെയിൽ ബോട്ടുകൾ മാത്രമേ കാണാനുള്ളൂ. ലോങ് ടെയിൽ ബോട്ട് പൊതുവേ ചീപ്പറാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ മൊത്തം വിദേശികൾ മാത്രമേ ഉള്ളൂ. ഞാനും കൂടി ഉൾപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. മൊത്തം വിദേശികളാണ്. അപ്പോൾ ഇവിടെ ഈ സൊങ്ക്രാൻ നടക്കുന്നത് കൊണ്ട് ഫുക്കറ്റ് ഏരിയയിലേക്കൊക്കെ ഭയങ്കര ക്രൗഡഡാണ്. ഫുക്കറ്റ്, മായ ബീച്ച് അവിടെയൊക്കെ ഭയങ്കര ക്രൗഡഡാണ്. പക്ഷേ ക്രാബി അത്രയും ക്രൗഡഡ് അല്ല. നിങ്ങൾക്ക് ഇപ്പം ഇവിടെ കാണാൻ പറ്റും ആൾക്കാരുണ്ട്, ഒരു മീഡിയം ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും ഭീകരമായ ക്രൗഡ് അല്ല. അപ്പോൾ ഈ കാണുന്നതാണ് ശരിക്കും ഈ ഐലൻഡിൻ്റെ ബ്യൂട്ടി. ഈ ഐലൻഡിൻ്റെ പേര് ഔനാങ് ബീച്ച് എന്നാണ് കേട്ടോ, ഔനാങ് ബീച്ച്. അപ്പം പക്ഷേ ഇവിടെ നിന്നാണ് നമ്മുടെ ടൂറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു 7 ഐലൻഡ് ടൂറുണ്ട്. 7 ഐലൻഡ് ടൂറിൽ ഒരു 7 ഐലൻഡ്സ് ഇവർ നമുക്ക് കാണിച്ചു തരും, സൺസെറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല ഒരു പാക്കേജായിട്ട്, എന്താ പറയുക, നമുക്കൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കേജായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ടൂർ നിങ്ങൾ എടുക്കുന്നതായിരിക്കും. ബാക്കിയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ പേഴ്സണലായിട്ട് വേറെ ഏതെങ്കിലും ബോട്ടുകൾ ചൂസ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും. ഇവിടെ പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർക്കൊരു യൂണിയൻ ഉണ്ട്. അപ്പം ഇവർ എല്ലായിടത്തുനിന്നും ഏകീകരിച്ച് ഒരേ പ്രൈസ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് ഞാനിനി അപ്ഡേറ്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പം മെയിനായിട്ടുള്ള കാര്യം വേറെ കുഞ്ഞു ഐലൻഡിലേക്കുള്ള ടൂറുകളാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കാര്യം. കുഞ്ഞു ഐലൻഡിലേക്ക് നമുക്ക് ചുമ്മാ വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല, ബോട്ടിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. കുഞ്ഞു ഐലൻഡ് തുരുത്തുകളാണ്. ശരിക്കും ഐലൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല, കുഞ്ഞു തുരുത്തുകളാണ് ഇവിടെ ഉള്ളത്. കാണാൻ അടിപൊളിയാണ്. പിന്നെ ഇവിടെ കേവ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, ഒന്ന് അന്വേഷിച്ച് നോക്കണം. അപ്പോൾ ഐലൻഡിലേക്ക് ഞാൻ പാക്കേജ് എടുത്തേക്കുന്നത് നാളത്തേക്കാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാം. അപ്പോൾ ആ വീഡിയോസ് ഞാൻ വീണ്ടും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും, ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ടിൽ ദെൻ ബൈ. അപ്പം നമ്മൾ മുമ്പേ നിന്ന ആ സ്ഥലത്തു നിന്ന് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഒരു 100-150 മീറ്റർ മുമ്പിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും ഈ ഔനാങ് ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണിക്കുന്നത്. അവിടെ ഇപ്പം സൊങ്ക്രാൻ ഫെസ്റ്റിവലിൻ്റെ കുറച്ചിങ്ങനെ ഇതൊക്കെയുണ്ട്. സൊങ്ക്രാൻ ഫെസ്റ്റിവലിനെ പറ്റി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഏത് ഡേറ്റിലാണെന്നൊക്കെ. ഇപ്പം ഇവിടെ നിന്നാണ് അവർ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നല്ല രസമാണ് ഇവിടുത്തെ സൊങ്ക്രാൻ വാട്ടർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെള്ളം ചീറ്റിച്ച് നല്ല രസമാണ്. അപ്പം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടുന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. അപ്പം നല്ല രസമാണ്. ഞാൻ എനിക്ക് എത്ര എടുത്തിട്ട് മതിയാവുന്നില്ല ഈ വീഡിയോസ്. അപ്പം കടലിൻ്റെ ബ്യൂട്ടി എപ്പോഴും നമുക്ക് അങ്ങനെ ഒരിക്കലും മതിയാകത്തില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഒന്നും കൂടി ഒരു റൗണ്ടും കൂടി അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൊങ്ക്രാൻ ഫെസ്റ്റിവൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. വെള്ളം ഒഴിക്കുന്ന പരിപാടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും, ആൾക്കാർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റും അവർ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ റോഡിൽ കൂടി പോകുന്ന വണ്ടിയിലൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ബൈക്കിലൊക്കെ നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ നമുക്ക് ബൈക്കിലൊന്നും പോകാൻ പറ്റത്തില്ല, നമ്മളെ കുളിപ്പിച്ച് വിടും. അപ്പോൾ എപ്പോഴും ഫോണൊക്കെ കവേർഡായിരിക്കണം. ഇതുണ്ടോ, അതിനകത്ത് ആ വണ്ടിയിൽ ഡ്രമ്മ് വെച്ചിട്ട് അതിനകത്ത് വെള്ളമാണ് കേട്ടോ. നിങ്ങൾ വേറൊന്നും വിചാരിക്കില്ല, അത് വെള്ളമാണ്. വഴിയെ പോകുന്ന ആൾക്കാരെല്ലാം മേത്തോട്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് മൊത്തം. ഇപ്പം ഇതിൽ പോകുന്ന വണ്ടികളെല്ലാം ഇതുണ്ടോ, ഡ്രമ്മിൽ നിറച്ച് വെള്ളമാക്കിയിട്ട് പോകുന്നുണ്ട് ആൾക്കാർ. അപ്പം ഇതിലിപ്പോൾ പോകുന്ന വണ്ടികളിലെല്ലാം നിറച്ച് ഇവരെല്ലാം സൊങ്ക്രാൻ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ആരും ഇപ്പോൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്യും. ഇത് കുറച്ച് സമയം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ റോഡ് ബ്ലോക്ക് ചെയ്യും. അപ്പം ആൾക്കാർ വെള്ളമൊഴിച്ച് അവിടെ ഭയങ്കര പാട്ടും ഡാൻസും സെലിബ്രേഷനുമാണ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ അപ്പുറത്തെ ഹോട്ടലിൽ താമസിക്കുന്ന ഫോറിനേഴ്സാണ് തോന്നുന്നത്. വെള്ളം ഒഴിച്ചിട്ട് പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ക്രാബി നൈറ്റ് മാർക്കറ്റ്. സീ യു ദെൻ. ബൈ.